ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഓരോ ക്ഷേത്രത്തിലും ആരാധന നടത്തുവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ, ക്രമങ്ങൾ, വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് ചോദിച്ചറിയുന്നത് ശരിയായ രീതിയിൽ ദൈവാരാധന ചെയ്യുന്നതിന് സഹായിക്കും. ക്ഷേത്രങ്ങളിൽ പ്രധാന ദേവനും അല്ലെങ്കിൽ ദേവിയും കൂടാതെ മറ്റ് ഉപദേവന്മാരുടെ പ്രതിഷ്ഠയും കാണാവുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ ഉപദേവന്മാരെ തൊഴുത് വണങ്ങിയിട്ട് വേണം പ്രധാന ദേവനെ അല്ലെങ്കിൽ ദേവിയെ തൊഴുവാൻ. അത് ചോദിച്ചറിയുന്നത് നല്ലതാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുര നട കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആനപ്പന്തൽ, നടപ്പുര, കൊടിമരം, ബലിക്കല്ലുകൾ വലുതും ചെറുതുമായവ, വാതിൽമാടം, വിളക്കുമാടം, പ്രദക്ഷിണ വഴി, മണ്ഡപം, സോപാനം, ശ്രീകോവിൽ, തിടപ്പള്ളി എന്നിങ്ങനെ പലതും കാണുവാൻ കഴിയും. ഇവയെല്ലാം നിശ്ചിത അളവുകളും ഉദ്ദേശങ്ങളും അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്നവയാണ്. ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് പ്രസരിക്കുന്ന ഊർജം ഭക്തരിലേക്ക് വന്നു ചേരുവാൻ ആവശ്യമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. ഇനി ക്ഷേത്ര ദർശന സമയത്തെ വസ്ത്രധാരണം എങ്ങനെയാണെന്ന് നോക്കാം. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെന്നും പറയുന്നുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വസ്ത്രധാരണത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ചൈതന്യം കുടികൊള്ളുന്ന ഇടങ്ങളിൽ പോകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ പോകണമെന്നാണ് ശാസ്ത്രം. എന്നാലേ ഫലം ലഭിക്കൂ. കുളിച്ച് ശുദ്ധമായ ശേഷം ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ശരീരശുദ്ധി വേണം എന്നർത്ഥം. ധരിക്കുന്ന വസ്ത്രവും ശുദ്ധമായിരിക്കണം. ഓരോ ക്ഷേത്രങ്ങളിലെ ദർശനത്തിൻ്റെ രീതി അവിടുത്തെ പ്രതിഷ്ഠയുടെയും ക്ഷേത്ര പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ അവകാശം തന്ത്രിമാർക്കാണ്. പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ മുണ്ടുടുക്കേണ്ടതും ഷർട്ട് ധരിക്കാൻ പാടില്ലാത്തതും എല്ലാം ഇക്കാരണത്താലാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് ദർശനം നടത്തുന്നതാണ് ഉത്തമം. ദേവീക്ഷേത്രങ്ങളിൽ ചുവപ്പ്, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ കറുപ്പ് വസ്ത്രം ധരിച്ച് ദർശനം നടത്തുന്നതും നല്ലതാണ്. പൊതുവസ്ത്രങ്ങൾ മിക്ക ക്ഷേത്രങ്ങളിലും അനുവദനീയമാണെങ്കിലും പാരമ്പര്യ വേഷങ്ങൾ ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഉത്തമം. ഇനി ക്ഷേത്ര വഴിപാടുകളും അവയുടെ ഫലങ്ങളും എന്താണ്? ഭാരതീയ ശാസ്ത്രപ്രകാരം ഒരു ക്ഷേത്രം ശരീരത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പത്മാസനസ്ഥനായി ധ്യാന നിമഗ്നായിരിക്കുന്ന ഒരു യോഗിവര്യനെ ആണ് ഇവിടെ സങ്കല്പിക്കുന്നത്. താന്ത്രികത അടിസ്ഥാനമാക്കി ഷഡ്ചക്രാധിഷ്ഠിത നിർമ്മാണ രീതികളെ അവലംബിച്ച് വൈദിക താന്ത്രിക രീതികളിൽ പൂജകളും പ്രതിഷ്ഠകളും ചെയ്തിട്ടുള്ള ദേവാലയങ്ങളാണ് ക്ഷേത്രങ്ങളാകുന്നത്. ലളിതമായി ഈശ്വര ചൈതന്യത്തിന് രൂപഭാവം നൽകി ഒരു ആലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളിൽ ചില കാര്യങ്ങൾ, അതായത് വഴിപാടുകൾ ചെയ്താൽ ഗുണപരമായ അനുഭവങ്ങൾ പ്രധാനമാകുമെന്നാണ് വിശ്വാസം. പൊതുവായ ചില ക്ഷേത്ര വഴിപാടുകളും അവയുടെ ഫലങ്ങളും അറിയാം. പിൻവിളക്ക് വഴിപാടിൻ്റെ ഫലം മംഗല്യസിദ്ധിയും ദാമ്പത്യ സുഖവുമാണ്. കെടാവിളക്ക് വഴിപാടിൻ്റെ ഫലം ആധിവ്യാധികളിൽ നിന്നുള്ള മോചനമാണ്. നെയ്വിളക്ക് വഴിപാടിൻ്റെ ഫലം ഐശ്വര്യവും രോഗശമനവുമാണ്. ചുറ്റുവിളക്ക് വഴിപാടിൻ്റെ ഫലം പാപമുക്തിയും ശാന്തിയും കീർത്തിയുമാണ്. നാരങ്ങ വിളക്ക് വഴിപാടിൻ്റെ ഫലം രാഹുദോഷ പരിഹാരവും മംഗല്യ തടസ്സങ്ങൾക്ക് പരിഹാരവുമാണ്. ആൽവിളക്ക് വഴിപാടിൻ്റെ ഫലം ഇഷ്ടകാര്യ ഫലപ്രാപ്തിയാണ്. മാല വഴിപാടിൻ്റെ ഫലം ശാന്തിയും സമാധാനവുമാണ്. കൂവളമാല വഴിപാട് ഫലം മുജ്ജന്മ പാപമുക്തിയും സായുജ്യവും ശാന്തിയുമാണ്. നിറമാല വഴിപാടിൻ്റെ ഫലം അഭീഷ്ട ഫലസിദ്ധിയാണ്. ഗണപതി ഹോമം വഴിപാടിൻ്റെ ഫലം തടസ്സങ്ങൾ മാറി വിജയം പ്രധാനമാകും എന്നതാണ്. കറുകഹോമം വഴിപാടിൻ്റെ ഫലം ആരോഗ്യപുഷ്ടിയും രോഗശമനവുമാണ്. മൃത്യുഞ്ജയ ഹോമം വഴിപാടിൻ്റെ ഫലം ദീർഘായുസ്സും ഗുരുതര രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും സർവ്വപാപങ്ങളിൽ നിന്നുള്ള മുക്തിയുമാണ്. തിലഹോമം വഴിപാടിൻ്റെ ഫലം പിതൃദോഷ പരിഹാരങ്ങളും ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ശാന്തിയുമാണ്. കാളികാ ഹോമം വഴിപാടിൻ്റെ ഫലം ശത്രു ദുരിതങ്ങളിൽ നിന്നുള്ള ശാന്തിയാണ്. ലക്ഷ്മി ഹോമം വഴിപാടിൻ്റെ ഫലം ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയുമാണ്. ഛായോദ്രുമാ ഹോമം വഴിപാടിൻ്റെ ഫലം രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. ഐക്യമത്യ ഹോമം വഴിപാടിൻ്റെ ഫലം ദാമ്പത്യ സൗഖ്യം, കുടുംബസൗഖ്യം, കലഹങ്ങൾ അകറ്റുക തുടങ്ങിയവയാണ്. സുദർശന ഹോമം വഴിപാടിൻ്റെ ഫലം പാപമുക്തി, രോഗശാന്തി, ബാധ, ഉപദ്രവങ്ങളിൽ നിന്നുള്ള മുക്തി തുടങ്ങിയവയാണ്. അഘോരഹോമം വഴിപാടിൻ്റെ ഫലം കഠിനമായ ആഭിചാരബാധ, ശത്രുദോഷം എന്നിവയുടെ മുക്തിയാണ്.
ആയില്യ പൂജ വഴിപാടിൻ്റെ ഫലം സർപ്പപ്രീതിയും സർപ്പദോഷ പരിഹാരവും ത്വക് രോഗ ശമനങ്ങളുമാണ്. ഉമാമഹേശ്വര പൂജ വഴിപാടിൻ്റെ ഫലം മംഗല്യ തടസ്സങ്ങൾ മാറുക, മംഗല്യയോഗം, ദാമ്പത്യ സൗഖ്യം എന്നിവയാണ്. ലക്ഷ്മീനാരായണ പൂജയുടെ ഫലം ദുരിത നിവാരണം, ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാവുക എന്നിവയുമാണ്. നൂറും പാലും വഴിപാടിൻ്റെ ഫലം സന്താനലാഭം, രോഗശാന്തി, ദീർഘായുസ് എന്നിവയാണ്. ഭഗവതി സേവ വഴിപാടിൻ്റെ ഫലം ദുരിതമുക്തി, ആപത്തുകളിൽ നിന്നും രക്ഷയുമാണ്. ബ്രഹ്മരക്ഷസ പൂജയുടെ ഫലം ഭൂമി സംബന്ധമായ ദോഷത്തിനും നാൽക്കാലികളുടെ രക്ഷയുമാണ്. നിത്യപൂജയുടെ ഫലം അഷ്ട ഐശ്വര്യങ്ങളാണ്. ഉദയാസ്തമന പൂജയുടെ ഫലം ആയുസ്, ശത്രുദോഷമുക്തി, സർവ്വ ഐശ്വര്യം എന്നിവയാണ്. ഉഷപൂജ വഴിപാടിൻ്റെ ഫലം വിദ്യായോഗം, സന്താനയോഗം എന്നിവയാണ്. ഉച്ചപൂജ വഴിപാടിൻ്റെ ഫലം രോഗശാന്തി, ദ്രവ്യലാഭം, മനഃശാന്തി എന്നിവയാണ്. അത്താഴപൂജ വഴിപാടിൻ്റെ ഫലം ആയുസ്സും ആരോഗ്യവും പ്രധാനമാക്കുക എന്നതാണ്. ഒറ്റയപ്പം വഴിപാടിൻ്റെ ഫലം ആരോഗ്യപുഷ്ടിയാണ്. കദളിപ്പഴം നിവേദ്യം വഴിപാടിൻ്റെ ഫലം ജ്ഞാനലബ്ധിയാണ്. വെണ്ണ നിവേദ്യം വഴിപാടിൻ്റെ ഫലം സദ്ബുദ്ധിയും വിദ്യായോഗവുമാണ്. വെള്ള നിവേദ്യം വഴിപാടിൻ്റെ ഫലം ദാരിദ്ര്യ ദുരിതങ്ങൾ അകന്നു നിൽക്കുമെന്നതാണ്. അവിൽ നിവേദ്യം വഴിപാടിൻ്റെ ഫലം ദാരിദ്ര്യ ദുഃഖമകന്ന് ഐശ്വര്യമുണ്ടാകുമെന്നതാണ്. ത്രിമധുരം വഴിപാടിൻ്റെ ഫലം താപത്രയങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. പഞ്ചാമൃതം വഴിപാടിൻ്റെ ഫലം ഈശ്വരാനുഗ്രഹവും ആരോഗ്യവുമാണ്. ചന്ദനം ചേർത്ത് വഴിപാടിൻ്റെ ഫലം ഉഷ്ണരോഗശമനവും ത്വക് രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയുമാണ്. ദേവിക്ക് മുഴുക്കാപ്പ് ചേർത്ത് വഴിപാടിൻ്റെ ഫലം കീർത്തിയും ദീർഘായുസ്സുമാണ്. ഗണപതിക്ക് മുഴുക്കാപ്പ് ചേർത്തൽ വഴിപാടിൻ്റെ ഫലം വിഘ്നങ്ങൾ മാറി വിജയങ്ങൾ നേടാം എന്നതാണ്. പരമശിവന് മുഴുക്കാപ്പ് ചേർത്തൽ വഴിപാടിൻ്റെ ഫലം രോഗമുക്തിയും ദീർഘായുസ്സുമാണ്. കാവടിയാട്ടം വഴിപാടിൻ്റെ ഫലം ഐശ്വര്യവും സമൃദ്ധിയുമാണ്. മുട്ടറുക്കൽ വഴിപാടിൻ്റെ ഫലം വിഘ്നങ്ങൾ അകന്നു പോകുമെന്നതാണ്. താലി ചേർത്തൽ വഴിപാടിൻ്റെ ഫലം മംഗല്യയോഗമാണ്. നീരാഞ്ജനം വഴിപാടിൻ്റെ ഫലം ശനിദോഷ പരിഹാരവും രോഗമുക്തിയും ശാന്തിയുമാണ്. വെടി വഴിപാടിൻ്റെ ഫലം കാര്യസാധ്യവും നഷ്ടങ്ങളിൽ നിന്ന് ആശ്വാസവുമാണ്. പായസം വഴിപാടിൻ്റെ ഫലം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമാണ്. ഇപ്പം നമുക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷേത്രത്തിൽ എങ്ങനെ ദർശനം നടത്തണം, എന്തൊക്കെയാണ് ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളെന്നൊക്കെ വഴിപാടുകളെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നതിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും താല്പര്യപ്പെടുന്നു.